താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ 2 വിദ്യാർത്ഥികൾക്ക് MGM ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പാടിയിൽ അഡ്മിഷൻ നൽകിയതിനെതിരെ KSU-MSF പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രധാന കവാടത്തിലെത്തി ഗേറ്റ് തള്ളിത്തുറക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പോലീസ് ഇരു സംഘടനകളുടെയും നേതാക്കളുമായി സംസാരിച്ച് സ്കൂൾ പ്രിൻസിപ്പലുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. താമരശ്ശേരി മുഹമ്മദ് ഷഹബാസ് വധക്കേസ് കുറ്റാരോപിതരായ 2 വിദ്യാർത്ഥികൾക്ക് MGM ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പാടിയിൽ അഡ്മിഷൻ നൽകിയതിനെതിരെ KSU-MSF പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. രാവിലെ 9 മണിയോടെ ആദ്യം പ്രകടനവുമായി എത്തിയത് KSU പ്രവർത്തകരായിരുന്നു. പ്രധാന കവാടത്തിലെത്തി ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥികളെ പോലീസ് തടഞ്ഞു. KSU ജില്ലാ ജനറൽ സെക്രട്ടറി തനിദേവ് കൂടാമ്പൊയിലിൻ്റെയും മണ്ഡലം സെക്രട്ടറി അമൽരാജിൻ്റെയും നേതൃത്വത്തിലായിരുന്നു KSU സമരം. പിന്നാലെ MSF പുതുപ്പാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈങ്ങാപ്പുഴയിൽ നിന്ന് പ്രവർത്തകർ പ്രകടനമായെത്തി സ്കൂളിൻ്റെ പ്രധാന കവാടം ഉപരോധിച്ചു. ഞങ്ങൾ 4 ആൾക്കാർ പോയി പ്രിൻസിപ്പളെ കണ്ടുവരൂലേ? ഷുഹൈബ് മലപ്പുറം, ഫുവാദ് കൈതപ്പൊയിൽ, അസ്നിൽ വെസ്റ്റ് കൈതപ്പൊയിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം. തുടർന്ന് കവാടം തള്ളിത്തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം പോലീസ് തടയുകയായിരുന്നു. പോലീസും പ്രവർത്തകരും പരസ്പരം ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ഇരു സംഘടനകളുടെയും നേതാക്കളുമായി സംസാരിച്ച് സ്കൂൾ പ്രിൻസിപ്പലുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകുകയായിരുന്നു. നേതാക്കൾ പ്രിൻസിപ്പൽ ഇൻചാർജുമായി സംസാരിച്ച് കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ പഠിക്കാൻ അനുവദിക്കരുതെന്നും എത്രയും പെട്ടെന്ന് PTA വിളിച്ചു ചേർത്ത് രക്ഷിതാക്കളുടെ അഭിപ്രായം ആരായണമെന്നും ആവശ്യപ്പെട്ടു. യൂത്ത് ലീഗ് നേതാക്കളായ KP സുനീർ, നംഷിദ് പുതുപ്പാടി, കോൺഗ്രസ് നേതാവ് ബിജു താനിക്കാക്കുഴി തുടങ്ങിയവരും ചർച്ചയിൽ പങ്കാളികളായി. തുടർന്ന് കാക്കവയൽ റോഡ് ഉപരോധിച്ച വിദ്യാർത്ഥികളെ പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിച്ചു. വിദ്യാർത്ഥി സംഘർഷത്തിനിടെ മർദ്ദനമേറ്റാണ് എളയറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥി ചുങ്കം പാലോറക്കുന്ന് മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ടത്. ഫെബ്രുവരി 27 നടന്ന സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മാർച്ച് 1 പുലർച്ചെയായിരുന്നു ഷഹബാസിൻ്റെ മരണം. ട്യൂഷൻ സെൻറ്ററിൽ യാത്രയയപ്പ് ചടങ്ങിനിടെയുണ്ടായ പ്രശ്നങ്ങൾക്കൊടുവിൽ സമൂഹമാധ്യമത്തിൽ പോർവിളി ഉയർത്തി നടത്തിയ സംഘർഷത്തിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ ഷഹബാസിനെ ആസൂത്രിതമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. താമരശ്ശേരി വെഴുപ്പൂർ റോഡിലെ ട്യൂഷൻ സെൻറ്ററിൽ പഠിച്ചിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 6 പേരാണ് കുറ്റാരോപിതർ. താമരശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ സായൂജ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചിരുന്നത്. പ്രതികളുടെ ജാമ്യാപേക്ഷകൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡും പിന്നീട് കോഴിക്കോട് സെഷൻസ് കോടതിയും തള്ളിയ നടപടി ഹൈക്കോടതിയും ശരിവെച്ചതിനെ തുടർന്ന് വെള്ളിമാടൂന്ന് സോഷ്യൽ ജസ്റ്റിസ് കോംപ്ലക്സിലെ നിരീക്ഷണ ഭവനത്തിൽ കഴിയുകയായിരുന്ന കുറ്റാരോപിതർക്ക് കോടതി ഉത്തരവിനെ തുടർന്നാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതാനുള്ള അവസരമൊരുങ്ങിയത്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും കനത്ത എതിർപ്പും പ്രതിഷേധവും മറികടന്നാണ് ഇവരെ പരീക്ഷ എഴുതിപ്പിച്ചത്. കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി അവരുടെ 10ാം ക്ലാസ് പരീക്ഷാ ഫലം പുറത്തുവിടുകയും എല്ലാവരും തുടർ പഠനത്തിന് യോഗ്യത നേടുകയുമായിരുന്നു. തുടർന്ന് കുറ്റാരോപിതർക്ക് 11ാം ക്ലാസ്സിൽ പ്രവേശനം നേടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചാണ് 5 പേർക്കും അവർക്ക് അനുവദിച്ച സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടത്. ഇതിൽ 2 പേരാണ് MGM ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പാടിയിൽ അഡ്മിഷൻ നേടിയത്. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.